കാലത്ത് തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോവാണ്. 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദാൽ തടാകത്തിലൂടെ അതിരാവിലെ തന്നെ കടകളൊക്കെ തുറക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റും. വളരെ ശാന്തമായിട്ടുള്ള, അതായത് ഒരു തിരക്കുമില്ലാത്ത ദാൽ തടാകമാണ് ഇവിടെ കാണുന്നത്. ഒറ്റ കടകളും തുറന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുക്കി ഉണ്ട് കൂടെ. ഇത് കണ്ട ഇവിടെ അങ്ങനെ കാലത്ത് തന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലുള്ള മിക്ക വിഭവങ്ങളും ഈ തടാകത്തിൽ തന്നെ കൃഷി ചെയ്തതാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ അതിരുകൾ, പുല്ലുകൾ കൊണ്ട് അതിരുകൾ ഉണ്ടാക്കി, ഫ്ലോട്ടിംഗ് ആയിട്ട് എടുക്കുന്ന പുല്ലുകൾ കൊണ്ട് അതിരുകൾ ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിൽ താമരപ്പാടങ്ങളും അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളും, ടൊമാറ്റോ പോലുള്ള സംഭവങ്ങൾ, പൂക്കൾ, ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഈ തടാകത്തിൽ. അപ്പോൾ അവരുണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ പണ്ട് 100% ബാർട്ടർ സമ്പ്രദായത്തിലായിരുന്നു ഈ ഒരു മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് കാലത്ത് 5 മണിക്ക് തന്നെ. അതായത് ഓരോരുത്തരുണ്ടാക്കിയിരിക്കുന്ന വിഭവങ്ങൾ കൊണ്ടുവന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന പണമില്ലാതെയുള്ള വ്യവസ്ഥയായിരുന്നു. ഇപ്പോൾ ഈ പരിപാടിക്ക് പണവും ഉപയോഗിക്കുന്നുണ്ട്, ആദ്യത്തെ രീതിയും ഉപയോഗിക്കുന്നുണ്ട്. ഇലകളൊക്കെ കൃഷി ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഇതിൽ കാണാൻ പറ്റും. അതിൽ തക്കാളി ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ നോക്കുമ്പോൾ ഓരോരോ വിഭവങ്ങളുണ്ട്. ഇപ്പോൾ സബ്ജിയുടെ സീസൺ അല്ല, അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ സംഭവങ്ങൾ കുറവാണ്. ഇനി സബ്ജിയുടെ സീസൺ ഇനി വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിലവിൽ പച്ചക്കറികളുടെയൊക്കെ വിളവെടുപ്പിൻ്റെ കാര്യങ്ങൾ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അത്രത്തോളം സജീവമല്ല. കുറച്ച് വിഭവങ്ങൾ മാത്രമാണ് ഇന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കണ്ടത്. അതായത് വിവിധ ചെടികൾ, അതിൻ്റെ വിത്തുകൾ, പിന്നെ മറ്റു ചില കുറച്ച് പച്ചക്കറികൾ, അല്പം ടൊമാറ്റോ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇന്ന് കണ്ടത്. ഇത് കൂടാതെ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ കാലത്ത് തന്നെ, പിന്നെ അതുപോലെ തന്നെ മറ്റ് കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളാണ് ഇന്നത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഉണ്ടായത്. अभी सर्दी का मौसम खत्म होके शुरुआत है ना, इसी वजह से। बहुत देर बारिश गिरा इधर। हाँ